ഇച്ചിരി ചെറുപയറും പച്ചമുളക് പൊടിയും കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചീന്തിയിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയ ചെറുപയറാണ് ഇട്ടത്. നമുക്കിനി ഇതൊന്ന് 3-4 വിസിലടിച്ച് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ അരിഞ്ഞ് വെച്ച വാഴക്കട്ടിയാണ്, വാഴക്കൂമ്പ് എന്നൊക്കെ പറയും. സാധനമാണ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കുവാണ് കേട്ടോ. നമ്മൾ ചെറുപയർ വെന്ത് കഴിഞ്ഞിട്ട് ഇത് ഇറക്കിയിട്ട് ഒറ്റ വിസിലടിക്കുകയുള്ളേ. അപ്പോൾ നമ്മൾ ചെറുപയർ വെന്ത് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇളക്കി വെക്കാം. നമ്മൾ ചെറുപയർ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് വാഴക്കട്ടി ചേർത്തെടുക്കാം. വാഴക്കട്ടി ചേർത്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ചെറുപയറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു തുള്ളി വെള്ളവും ഇല്ല കേട്ടോ. നമ്മൾ ആവശ്യത്തിന് അല്പം ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിലടിച്ചെടുക്കാം കേട്ടോ. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് പച്ചമുളകൊക്കെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാണ്ട് കറിവേപ്പിലും ചെറിയും മാത്രം ചേർത്തിട്ട് എന്നിട്ട് വയ്ക്കുന്നു. നമ്മൾ വിസിലടിച്ച് വെച്ച് ചെറുപയറും വാഴക്കട്ടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി വെക്കുക. നല്ലതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ.